സദസ്സ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ സദസ്സിൽ ആളെ കുറക്കാൻ വേണ്ടിയിട്ട് ജനാധിപത്യ വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ചില കോൺഗ്രസ് നേതാക്കന്മാർ. ചീമുട്ടയേർ, ഷൂസേർ, ഇതൊക്കെയായിരുന്നു ആദ്യ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയെ ചീമുട്ടയെറിയുക, ഷൂസെറിയുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിലൊരു അതിനെതിരെയുള്ളൊരു വികാരം വരും. അതൊരു സംഘർഷത്തിലേക്ക് എത്തിക്കുക, സദസ്സ് മുന്നോട്ട് പോകാതിരിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു. ചാവേർ സമരം അത് പരാജയപ്പെട്ടു. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത് സമാപിക്കാൻ നേരത്ത് വളരെ ബോധപൂർവ്വം കലാപം സൃഷ്ടിക്കുക, ആണിയടിച്ച പട്ടികകൾ ഏന്തിയിട്ടാണ് സമരത്തിന് ആളുകൾ വരുന്നത്. അതിന് പ്രതിപക്ഷ നേതാവ് നേതൃത്വം കൊടുക്കുന്നു. അതാണിപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് ശേഷം നടന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കലാപാഹ്വാനമായിരുന്നു. കലാപാഹ്വാന പ്രസംഗം മുഖ്യമന്ത്രിയെ തെറി വിളിക്കുക, മന്ത്രിമാരെ തെറി വിളിക്കുക, LDF നേതാക്കന്മാരെ തെറി വിളിക്കുക, കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, നിയമം കയ്യിലെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ ഇത് കഴിഞ്ഞ് 2.5 വർഷമായി അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ തന്നെ പിന്തുണ കുറയുന്നു എന്നുള്ളതിന്റെ ഒരു കോംപ്ലക്സാണ്. ഒക്കെ പറയുന്നൊന്നും നടപ്പിലാവില്ല, അങ്ങനെ വിടില്ല, ഇങ്ങനെ വിടില്ല, അതൊക്കെ ഇല്ലേ. അപ്പൊ വെറും ഡയലോഗ് സതീശനായി VD സതീശൻ മാറുന്നു എന്നുള്ളതാണ് പൊതുവെ കാണാൻ പറ്റുന്നത്. ഞങ്ങളൊക്കെ വളരെ സ്ഥാനത്തിരിക്കുന്നവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. പക്ഷെ ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് ആണ്. അതില്ലാതെ ഇത്തരം ആക്ഷേപങ്ങളുമായി പ്രതിപക്ഷ നേതാവ് പോവുകയാണ്. അത് കോൺഗ്രസിനകത്ത് തന്നെ തീർച്ചയായും ഇതിനെതിരെയുള്ള വികാരം ഉയരുന്നു. ഈ പ്രതിപക്ഷത്തിന് അടിക്കാൻ ഒരു വടി കൊടുത്തതുപോലെ ആയില്ല. കാരണം പലയിടത്തും ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ DYFIക്കാർ നേരിടുന്നു, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിടാൻ ഇറങ്ങുന്നു. ഇതൊക്കെയാണ് കൂടുതൽ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാമായിരുന്നില്ല. അല്ല, പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള വടിയല്ല കൊടുത്തത്. BJP കൊടുത്ത വടിയുമായിട്ട് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന് ചില ആളുകളും അടിച്ചുകൊണ്ടിരിക്കുക. കേരളം മതനിരപേക്ഷതയോടുകൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്ന മതവർഗീയവൽക്കരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സർവകലാശാലകളിലാകെയും പൊതുവിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ കൊണ്ടുവരുന്നതിനെതിരെ ശക്തമായ നിലപാട് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുമ്പോൾ മതനിരപേക്ഷ രാഷ്ട്രീയം പോർലേൽപ്പിക്കണം എന്നാഗ്രഹിക്കുന്നത് ഇപ്പോൾ BJPയാണ്. അതിന് കേരളത്തിൽ അക്രമം നടത്തുക, BJP കൊടുത്ത പട്ടിക, ആണിയടിച്ച പട്ടികയുടെ രാഷ്ട്രീയമാണ് ഇപ്പോൾ സതീശൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ കാണാൻ. അവസാനം 2 കാര്യങ്ങളുണ്ട്. ഈ പോലീസിനെ കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന വിഷയമല്ലോ, ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെ ഈ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയുകയാണ്. മൈക്ക് കിട്ടി എന്തും പറയുകയാണ്, എന്തും വിളിച്ചു പറയും. അദ്ദേഹം ഈ സമരാനുഭവങ്ങളിലൂടെ ഒന്നും നേതൃത്വത്തിൽ വന്നയാളല്ല. ഒരു മണ്ഡലത്തിൽ കുറെ കാലം ജയിച്ചു, അതിന്റെ ഭാഗമായി വന്നല്ല മുൻ പ്രതിപക്ഷ നേതാക്കന്മാർ, അത് ഏത് മുന്നണി ആയിക്കൊള്ളട്ടെ, അവരെ പോലെ ഒരു കേരളം ആകെ നടന്നുള്ള സമരാനുഭവമൊന്നുമില്ല. അപ്പോൾ ഇത്തരം സമരങ്ങൾ ആദ്യമായിട്ട് പങ്കെടുക്കുമ്പോൾ അവിടുന്ന് വൈകാരികമായി പ്രസംഗിക്കുക, മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർക്കെതിരെ ഒക്കെ വൈകാരികമായി സംസാരിക്കുന്നു, എന്തും വിളിച്ചു പറയും. അതാ ഞാൻ പറഞ്ഞത്, വെറും ഡയലോഗ് സതീശനായി VD സതീശൻ മാറും.